T20 ഈ ലോകം മൊത്തം ഇതുവരെ നടന്ന മത്സരങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഒരു ബോളിംഗ് വിഭാഗത്തിന് നിർണായകമായ ഒരു പങ്ക് ഇന്ത്യയുടെ ഈ ലോകകപ്പ് കിട്ടാൻ നിർണായക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് വളരെ തർക്കമൊന്നും ഇല്ല. ബുംറ മാത്രമല്ല, ഹാർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ ഹർഷദീപ് സിംഗിൻ്റെയൊക്കെ ഒരു ബോളിംഗ് മികവ് ഇന്ത്യയുടെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ടത്, അതായത് ഈ T20 ലോകകപ്പ് ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട് വന്ന ഒരാളാണ് വിരാട് കോഹ്ലി. കാരണം അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടായി, ഫോമില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു ഫൈനൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അത് ഇന്ത്യയുടെ വിജയത്തിലേക്ക് എത്തിക്കുന്ന വളരെ നിർണായകമായി എന്ന് വേണം നമുക്ക് പറയാൻ. ഈ കോഹ്ലിയുടെ ഫോമില്ലായ്മയെക്കുറിച്ച് നായകൻ രോഹിത് ശർമ്മയോട് ചോദ്യങ്ങളൊക്കെ വരികയുണ്ടായി. അന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാനതിൻ്റെ ഒരു മലയാള പരിഭാഷ പറയാം. അതായത് രോഹിത് ശർമ്മ കോഹ്ലിയെക്കുറിച്ച് പറഞ്ഞത് അത് ഇങ്ങനെയാണ്: കോഹ്ലി നിലവാരമുള്ള കളിക്കാരനാണ്. ഏതൊരു കളിക്കാരനും ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകാം. അവൻ്റെ ക്ലാസും പ്രാധാന്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഫോം ഒരിക്കലും ഒരു പ്രശ്നമല്ല. കൂടാതെ അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു വെക്കുന്നു, അതായത് കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ ഇൻ്റൻറ്റ് നിങ്ങൾക്ക് കാണാം. തീർച്ചയായും അവൻ്റെ ഇന്നിങ്സ് വരും. ഫൈനൽ മത്സരത്തിലാകും അത്. കോഹ്ലി ചിലപ്പോൾ ഫൈനലിനായി ആ ഇന്നിങ്സ് കാത്തുവെച്ചതാകാം. ഈ അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നായകൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുന്നൊരു വാക്കുകളാണിത്. അത് അക്ഷരം പ്രതി ശരിയായി വന്നു എന്ന് വേണം നമുക്ക് പറയാൻ. നിർണായകമായ ഒരു അവസരത്തിൽ വിരാട് കോഹ്ലി ഒരു നങ്കൂരമിട്ട് കപ്പൽ നിൽക്കുന്ന പോലെ അവിടെ നിന്ന് കളിച്ചു ഇത്രയും റൺസ്. തുടക്കത്തിൽ നമുക്കറിയാം ഇന്ത്യയുടെ ബാറ്റിംഗ് വളരെ തകർച്ച നേരിട്ട ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ത്യക്ക് ടോസ് കിട്ടിയപ്പോൾ ബോളിംഗ് എടുക്കുമെന്നാണ്. പക്ഷേങ്കിൽ ഇന്ത്യ ബാറ്റ് എടുത്തു. പക്ഷേ അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് ഓപ്പണിംഗായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയടക്കം മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പുറത്തെടുക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. തുടക്കം തന്നെ നായകൻ രോഹിത് ശർമ്മയെ നമുക്ക് നഷ്ടമായി. 9 റൺസിനാണ് അദ്ദേഹം പുറത്തായത്. പിന്നീട് വന്ന ഋഷഭ് പന്തിനും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 0 റൺസിന് പുറത്തായി. പിന്നെ സൂര്യകുമാർ യാദവ് വന്നു, അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 3 റൺസിന് പുറത്തു വേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ അക്ഷർ പട്ടേലിന് കൂട്ടുപിടിച്ച് വിരാട് കോഹ്ലി രക്ഷാപ്രവർത്തനം നടത്തിയത്. അക്ഷർ പട്ടേൽ 47 റൺസിനും പുറത്തായി. പിന്നീട് അല്പമെങ്കിലും കളിച്ചത് ശിവം ദുബെയാണ്, 26 റൺസാണ്. അതായത് ഇന്ത്യൻ ടീമിൻ്റെ ഇന്നത്തെ മത്സരത്തിലെ ബാറ്റിംഗ് പരിശോധിച്ചാൽ ഇന്ത്യ വേണ്ട വിധം അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആകെ 3 കളിക്കാർ മാത്രമാണ് 2 അക്കം കാണാൻ സാധിച്ചത്. ഒന്ന് വിരാട് കോഹ്ലിയും അക്ഷർ പട്ടേലും അതുപോലെ തന്നെ ശിവം ദുബെയാണ്. ബാക്കി എല്ലാവരും ഒറ്റ അക്കത്തിൽ പുറത്താവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ബോളിംഗ് ലെവലിലേക്ക് വന്നാൽ ബാറ്റിംഗ് പ്രകടനത്തെക്കാളും ഇന്ത്യ ഒരുപടി മികച്ചു നിന്നത് ബോളിങ്ങിലേക്കാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഹെൻഡ്രിക്സിൻ്റെ അതുപോലെ മാർക്കത്തിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഇത് തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു കോൺഫിഡൻസ് പോയി. പിന്നീടാണ് നമ്മൾ മത്സരത്തിൻ്റെ ഗതി മാറുന്നത് കണ്ടത്. ഈ ഡിക്കോക്കും അതുപോലെ തന്നെ സ്റ്റൂപ്സും പിന്നീട് വന്ന ഹെൻറിച്ച് ക്ലാസിനുമൊക്കെ ആക്രമിച്ച് കളിക്കുന്ന ഒരു മത്സരം പുറത്തെടുക്കുകയായിരുന്നു. ഹെൻറിച്ച് ക്ലാസൻ പുറത്താകാതെ ഒന്നും കൂടി ആക്രമിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിൻ്റെ ഗതി മറ്റൊന്നായി മാറിയേനെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മത്സരത്തിൻ്റെ ആ ഒരു ആവേശം അവസാന നിമിഷം വരെ കൊണ്ടുപോയി. ആ അവസാന മൊമെൻറ്റിലാണ് വിജയികൾ ആരാണ് എന്നതിൽ കുറിച്ച് നമുക്ക് അതിൻ്റെ വ്യക്തമായൊരു ചിത്രം ലഭിച്ചത്. അത് തന്നെയാണ് ആ ഒരു സ്പോർട്സിൻ്റെ അതിനൊരു കിക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഏതായാലും ഇന്ത്യക്ക് ഇപ്പോൾ കപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആ കപ്പ് ഉയർത്തുന്ന ഒരു മനോഹരമായ ദൃശ്യം അത് കാണുവാൻ വേണ്ടി ഓരോ ഇന്ത്യക്കാരനെ പോലെ നമ്മളും അതിനൊരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യക്ക് ഇപ്പോൾ കപ്പ് ലഭിച്ചിരിക്കുകയാണ്. സ്പോർട്സ് ആരാധകർ, ക്രിക്കറ്റ് പ്രേമികളൊക്കെ വളരെ ഹാപ്പിയാകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.